നമ്മളൊരു കാര്യം ചിന്തിക്കണം. മൗമൂമ് ഇമാമ് സുജൂദ് ചെയ്ത വിവരം അറിഞ്ഞിട്ടില്ലെങ്കിലോ, വലിയ പള്ളിയൊക്കെ ആവുമ്പോൾ ഇമാമ് സുജൂദ് ചെയ്ത വിവരം മൗമൂം അറിഞ്ഞില്ല, ഇല്ലാ ബഅദ റഫ്ഇ റഅ്സിഹി മിന സുജൂദ്, സുജൂദിന്റെ ഇമാമ് തല കണ്ട് പൊക്കിയതിന്റെ ശേഷം മൂപ്പര് അറിഞ്ഞത് മൂപ്പര് സജദന്റെ തിലാവത്തായിരുന്നു, സജദന്റെ തിലാവത്തിന്റെ സജദയായിരുന്നു, സുജൂദായിരുന്നു, ഓത്തിന്റെ സുജൂദാ ചെയ്തത്. എന്നാൽ അയാളുടെ നിസ്കാരത്തിന് അത് ബാത്തിലാവൂല. കാരണം ഇമാമ് ചെയ്തിട്ട് മൗമൂമ് ചെയ്യാൻ നിസ്കാരം ബാത്തിലാകുന്ന, പക്ഷെ തല ഉയർത്തിയിട്ട് ഇമാമ് തല ഉയർത്തിയിട്ട് ആ വിവരം അറിയുന്നതെങ്കിൽ നിസ്കാരം ബാത്തിലാകില്ല എന്നല്ല, വലാ യസ്ജുദു, ഇനി അയാൾ വീണ്ടെടുക്കാൻ സുജൂദ് ചെയ്യേണ്ടതുമില്ല, ഇനി ഇയാൾ ഒറ്റക്ക് സുജൂദ് ചെയ്യേണ്ടതുമില്ല. എങ്കിലും അയാൾ ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം. ഇമാം വീണ്ടും വന്നോട്ടെ, ഇമാമ് തല ഉയർത്തി കഴിഞ്ഞതിന്റെ ശേഷമാണെങ്കിൽ ആ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം. അല്ല, ഇമാമ് തല പൊക്കുന്നതിന്റെ മുമ്പ് അയാൾ അറിഞ്ഞാൽ ഉടനെ അയാൾ കുനിയണം സുജൂദിന് വേണ്ടി, സുജൂദിന് വേണ്ടി ഉടനെ അയാൾ കുനിഞ്ഞുകൊള്ളണം. എന്നിട്ട് അയാൾ സുജൂദ് ചെയ്യണം. അങ്ങനെ ഇയാൾ കുനിഞ്ഞു, അപ്പോഴേക്ക് ഇയാൾ സുജൂദ് ചെയ്യണതിന് മുമ്പ് ഇമാമോട് പോന്നാലോ, സുജൂദ് ചെയ്യാതെ ഇമാമിന്റെ ഒപ്പം ഇങ്ങോട്ട് പോരണം എന്നാ, അതാ കണ്ടീഷൻ. ഇതൊക്കെ ജമാഅത്ത് നിസ്കാരത്തിലാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാ, എപ്പോഴെങ്കിലും ഒക്കെ വന്നേക്കാം. ഫൈദാ റഫഅ ഖബല സുജൂദിഹി റഫഅ മഅഹു, ഇവൻ സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് ഇമാമ് ഉയർന്നു പോന്നാൽ ഇമാമിന്റെ കൂടെ ഇങ്ങ് പോരണം, പിന്നെ ആ സുജൂദ് പോയി ചെയ്യേണ്ടതില്ല. വലാ യസ്ജുദ്. ഇനി ഇമാമാണെങ്കിൽ പതുക്കെ ഓതുന്ന നിസ്കാരത്തിലാണെങ്കിൽ എപ്പോഴും നല്ലത് സുജൂദ് ചെയ്യാതെ പിന്തിപ്പിക്കലാണ് നല്ലത്, സുജൂദ് കഴിഞ്ഞിട്ട് ആക്കലാണ് എപ്പോഴും നല്ലത്. അതേസമയം കാരണം ഈ ആയത്ത് ഓതിയോ ഇല്ലേന്ന് മൗമൂമിങ്ങൾ അറിയാതിരിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതേസമയം ഉറക്കം ഓതുന്ന നിസ്കാരത്തിലാണെങ്കിലോ ആ ഉറക്കം ഓതുന്ന നിസ്കാരത്തിൽ ഇമാമിന് ചെയ്യാം. കാരണം ഇമാമ് സജദന്റെ ആയത്ത് ഓതിയ വിവരം മൗമൂമിങ്ങൾ അറിയുന്നു. അത് തന്നെ ഒരാൾ സജദയുടെ ആയത്തോതി അയാൾ റുക്കൂ ചെയ്തു, സജദയുടെ ആയത്തോതി റുക്കുവാ ചെയ്തു, സുജൂദല്ല. സജദയുടെ ആയത്ത് ഇതിന്റെ ഉദാഹരണം കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ, അവിടെ പെരുകെട്ടാണ്. ഇയാൾ റുക്കൂക്കാട് പോയി, റുക്കൂയിലെത്തിയപ്പോൾ അയാൾക്ക് തോന്നി സുജൂദ് ചെയ്താൽ കുഴപ്പമില്ല, റുക്കൂയിലെത്തിയപ്പോൾ അയാൾക്ക് തോന്നി ഇതാണ് സുജൂദ് ആക്കിയാലോ. എന്നാൽ അത് പറ്റില്ല. കാരണം തുടക്കം നൃത്തത്തിൽ നിന്ന് വരണം, അല്ലെങ്കിൽ കുഴപ്പമാണ്, സ്ഥാനം നഷ്ടപ്പെട്ടത് കൊണ്ട് അത് പറ്റില്ല. ഇനി ഒരാൾ സുജൂദിന് വേണ്ടി കുനിഞ്ഞു, സുജൂദിന് വേണ്ടി ആ കുനിഞ്ഞത് സുജൂദ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് കുനിഞ്ഞത് ഓത്തിന്റെ സുജൂദ് ചെയ്യട്ടെ എന്ന് കരുതി, റുക്കുവിന്റെ അടുത്തെത്തിയപ്പോൾ അയാൾക്കൊരു ലുബ്ധത, ഇനിയിപ്പോ സുജൂദ് ചെയ്യാനാവില്ല, അത് തന്നെ റുക്കുവാക്കുക, എന്നിട്ട് റുക്കുവിലേക്കാണ് തിരിച്ചു വിട്ടാൽ അതും പറ്റൂല. അപ്പോ ഓരോന്ന് എന്താണോ കരുതിയത് ആ കരുതിയത് തന്നെ ചെയ്യണം. ഇനി നിസ്കരിക്കുന്നവനല്ലാത്തവന്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. നിസ്കാരത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്തോളൂ, അതിപ്പോൾ വലിയ കുഴപ്പമൊന്നും വരില്ല. നിസ്കാരം അല്ലാത്തപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിലല്ലാത്ത ആൾ ഖുർആൻ ഓതുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അതിന്റെ ഫർദിൽ ഒന്ന് സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക, നിയ്യത്ത് അത് തന്നെ, ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുക, ഇരിക്കുന്നിടത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുക, തക്ബീറു തഹറുമീൻ തക്ബീറത്തുൽ ഇഹ്റാമും ചെല്ലുക, സുജൂദ് കരുതുക, തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുക, എന്നിട്ട് വസുജൂദുൻ, ഒരു സുജൂദും ചെയ്യാം. ഒറ്റ സുജൂദേ ഉള്ളൂ, സജദന്റെ സുജൂദ് എന്ന് പറഞ്ഞു ഒരു സുജൂദ്. ആ സുജൂദ് നിസ്കാരത്തിന്റെ മറ്റു സുജൂദുകളെ പോലെ ആ ഷർത്തും ഫർളും സുന്നത്തും ഒക്കെ ഒപ്പിച്ചിട്ടൊരു സുജൂദ് ചെയ്യുക. ആ സുജൂദ് ചെയ്തതിന്റെ ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം വിട്ട. വളരെ ലളിതാണ് ചടങ്ങ്, പക്ഷെ ചെയ്യണം. വളരെ കൂലിയുള്ള കാര്യമാണ്. ഖുർആനിനെ പരിഗണിക്കുക എന്ന് പറഞ്ഞതിൽ പെടുന്ന ഒരു കാര്യവും കൂടെ ആയതുകൊണ്ട്, നമ്മുടെ വിഷയവുമായിട്ട് അതിന് ബന്ധവും കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് ഉണർത്തി എന്ന് മാത്രം. സുന്നത്തായിട്ട് ആ സുജൂദിൽ അവൻ ചൊല്ലേണ്ട ദിക്ർ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് അവൻ ആ സുജൂദിൽ ചൊല്ലുകയും ചെയ്യുക. സജദ വജ്ഹിയ ലില്ലദീ, എന്റെ മുഖം ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു, എന്റെ മുഖം ഇതാ സാഷ്ടാംഗം നമിച്ചിരിക്കുന്നു. ലില്ലദീ ഖലഖഹു, ആ മുഖത്തെ സൃഷ്ടിച്ച റബ്ബിന്, എന്റെ ശരീരത്തെ സൃഷ്ടിച്ച റബ്ബിനിതാ ശരീരം കീഴ്പ്പെട്ടിരിക്കുന്ന. വസവ്വറഹു, ആ മുഖത്തെ ഭംഗിയുള്ളവനാക്കിയ റബ്ബ്, ആ മുഖത്തിന് സൗന്ദര്യം നൽകിയ റബ്ബിനിതാ സുജൂദ് ചെയ്തിരിക്കുന്നു. വശഖ സമഅഹു, എന്റെ ചെവി കീറിത്തന്ന റബ്ബ്. വബസറഹു, എന്റെ കണ്ണ് കീറിത്തന്ന റബ്ബ്, ചെവിക്ക് കേൾവിയും കണ്ണിന് കാഴ്ചയും നൽകിയ റബ്ബ്. ബിഹൗലിഹി വഖുവ്വതിഹി, എല്ലാം അവന്റെ ശക്തി കൊണ്ടും പ്രതാപം കൊണ്ടുമാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹു തആല എത്ര ഭംഗിയായി സൃഷ്ടികർമ്മം നടത്തുന്നവനാണ്. പഠിച്ചവനെ, നീ എന്നെ എത്ര ഭംഗിയായിട്ടാ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അതിൽ ചൊല്ലിയിട്ട് സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അത് കാണാതെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ
മദ്രസയിലെ പുസ്തകം എടുത്തു വയ്ക്കുക, മദ്രസാ പുസ്തകത്തിലുണ്ടാവും, ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക, എന്നിട്ട് ഖുർആൻ ഓതുമ്പോൾ അത് ചെല്ലുക. ഇനി ഒരാൾ സജദന്റെ ആയത്തോതിയത് സുജൂദ് ചെയ്യണം എന്നുള്ള നെയ്യത്തും വെച്ചിട്ടാ, അത് പാടില്ല എന്നോ. സുജൂദ് ചെയ്യണം തന്നെ വിചാരിച്ചിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, ഖുർആൻ ഓതാൻ വേണ്ടി ഓതിയതല്ല, ഒരു സുജൂദ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തതാണ്, സജദന്റെ ആയത്തോതി, ഓതരുത് എന്നാണ്. യഹ്റുമുൽ ഖിറാഅത്തു ബിഖസ്ദി സുജൂദി ഫഖത്ത്. അതേസമയം ഖുർആൻ ഓതുക, ആ കൂട്ടത്തിൽ ആ സജദന്റെ ആയത്ത് വരുമ്പോൾ സുജൂദും ചെയ്യാം, അങ്ങനെ ചെയ്യാം. നേരെ സജദന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട്, ഒരു കാരണവുമില്ലാതെ തഖറുബായിട്ട് ഇബാദത്തായിട്ട് സുജൂദ് ചെയ്യാൻ പാടില്ല എന്നീ ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത്. അപ്പം അത് പറഞ്ഞത് അങ്ങനെ ചിലർ ചോദിച്ചു, അതിപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിലതില്ലേ, അതോ നമ്മളെ മദ്ഹബിൽ അതില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് പറയാൻ കാരണം, മദ്ഹബിലൊക്കെ ഉണ്ട്, അമലില്ലാത്തത് കൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് തിലാവത്തിന്റെ സുജൂദിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ നമ്മുടെ സദസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുക മരണമെന്ന യാഥാർത്ഥ്യം. ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം എന്ന് തുടങ്ങുന്ന ആ ഭാഗം, മരണമെന്ന യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ് നല്ല ഒരു ചർച്ചയാണ്. അവസാനം കരഞ്ഞു പിരിയാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗൗരവമേറിയ ചർച്ച ചെയ്ത് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുവിൻ്റെ നരകമോക്ഷം ഉറപ്പാക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വർഗലപ്തി ഉറപ്പാക്കുന്നവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.